ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കേന്ദ്രത്തിന്റെ വൻ അഴിച്ചുപണി നടന്നിരിക്കുകയാണ്. ഇവിടെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. നിരോധനാജ്ഞാ മേഖലയിൽ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ് ദില്ലി പോലീസ്. അതോടൊപ്പം തന്നെ ഇവിടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള മറ്റ് ചിലരെ കൂടി ഇവിടെ ഒഴിവാക്കുന്നതായി തന്നെ കേന്ദ്ര നീക്കങ്ങൾ നടക്കുന്നു. അത് മാത്രമല്ല, NTA കടുത്ത നടപടിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു വിട്ടുവീഴ്ച പോലും നടത്തില്ല എന്ന ഒരു വമ്പൻ പ്രഖ്യാപനം കൂടിയാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ചില ഉദ്യോഗസ്ഥരെ അവിടെ ചില നിയമ നടപടിയും ക്രിമിനൽ നടപടിയും സ്വീകരിക്കുമെന്നും നീറ്റ് അടക്കമുള്ള ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NTA ആകട്ടെ അവിടെ ഉടച്ച് വാർക്കാനുള്ള കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ഈ വിവരം പുറത്തു വന്നത്. അതേസമയം നിരോധനാജ്ഞ ഏർപ്പെടുത്തിയ മേഖലയിൽ നിയന്ത്രണം ഘടിപ്പിച്ചുകൊണ്ടാണ് ദില്ലി പോലീസ് ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഓൺലൈൻ ടാക്സി സർവീസുകൾക്കും ഫുഡ് ഡെലിവറി സർവീസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളോട് ഈ മേഖലയിൽ സന്ദർശിക്കുന്നത് ഒഴിവാക്കുവാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മേഖലയിലുള്ള സർവീസുകൾ ഒഴിവാക്കാൻ ആപ്പുകൾക്കും നിർദ്ദേശം നൽകി. അത് മാത്രമല്ല, CJP സമരം ശക്തമാകുന്നതിനിടയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആകട്ടെ അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ അഴിച്ചുപണി എന്ന വാർത്ത, അതായത് ഈ ഒരു സമരം ശക്തമാകുന്നതിനിടയിലാണ് ഈ അഴിച്ചുപണി എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ സർക്കാർ നിലപാട് നാളെ പ്രഖ്യാപിക്കാൻ ഇരിക്കെയാണ് പുതിയൊരു സംഭവ വികാസം കൂടി പുറത്തു വരുന്നത്. രാജി ഒഴികെയുള്ള ആവശ്യങ്ങൾ തൽക്കാലം പരിഗണിക്കാമെന്നും CJP നേതാക്കളുമായുള്ള ചർച്ചയിൽ മന്ത്രിതല സമിതി അറിയിച്ചിട്ടുണ്ട്. രാജിയില്ലെങ്കിൽ ഒത്തുതീർപ്പിനില്ല എന്നതാണ് CJP പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് തുടർച്ചയായ 5ാം ദിവസവും പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിച്ചു. അത് മാത്രമല്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ല എങ്കിൽ അടുത്തത് മോദി രാജിവെക്കാമെന്ന കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇവിടെ കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് വലിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധി ആകട്ടെ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടൻ രാജിവെക്കണമെന്നും അല്ലാത്ത പക്ഷം രാജ്യവ്യാപക പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ ക്രിമിനൽ മന്ത്രിയാണ് എന്നും അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് ചോദിച്ചു വാങ്ങിയില്ല എങ്കിൽ അടുത്ത രാഷ്ട്രീയ ഉത്തരവാദിത്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാകുമെന്നും രാഹുൽ തുറന്നടിച്ചു. അടുത്ത ഉന്നം പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ കസേര നഷ്ടപ്പെടുമെന്ന പരാമർശത്തിലൂടെ തന്നെ പ്രതിഷേധം കൂടുതൽ രാഷ്ട്രീയ തലത്തിലേക്ക് ഉയർത്തുകയാണ് ഇവിടെ രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ തന്നെ നടന്ന പോലീസ് ലാത്തി ചാർജിനെ ശക്തമായി വിമർശിച്ച രാഹുൽ ഗാന്ധി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ശബ്ദം അടിച്ചമർത്താൻ സർക്കാർ പോലീസിനെ ഉപയോഗിക്കുകയാണ് എന്നും ജനാധിപത്യപരമായ പ്രതിഷേധത്തെ ഇവിടെ ബലം പ്രയോഗത്തിലൂടെ തന്നെ തകർക്കാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ പ്രതിഷേധം അവസാനം വരെ പോരാടും, അതായത് അവർക്കൊപ്പം അവസാനം വരെ തന്നെ പ്രതിപക്ഷം ഇവിടെ പോരാടുമെന്നും നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ദേശീയതലത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ശക്തമാക്കുമെന്ന പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വലിയൊരു പ്രഖ്യാപനം ഉണ്ടാവുകയും വലിയൊരു നീക്കം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.